അവിടെ നിന്ന് ഒരാൾ വന്നായിരുന്നേ, അവരെയും വഴക്ക് പറയും. അവർ ഉടനെ കട്ടാക്കിയില്ലെന്നും പറഞ്ഞിട്ട് എന്നാൽ അവനടയ്ക്കുമോ ഇവനടയ്ക്കുമോ മുമ്പർ ഞങ്ങൾക്ക് ആരാ എന്നൊക്കെ പറയുന്നത്. 2 പ്രാവശ്യം ഇവിടുന്ന് അടയ്ക്കാൻ പോയിട്ട് അടയ്ക്കത്തില്ല, പൈസ അടയ്ക്കില്ലെന്ന് പറഞ്ഞു. 50,000 തന്നാൽ അടയ്ക്കാം, അല്ല പറ്റത്തില്ലെന്ന് പറഞ്ഞു. അത് ഞാൻ കരഞ്ഞുകൊണ്ട് തിരിച്ചു വന്ന് ഇറ്റത്തെ വിളക്ക് കത്തിച്ച് വെട്ടം കിട്ടുകയില്ല. പാമ്പിനും പേടിയാ സാറേ, പാമ്പ് വരും. 6 മാസം കൊണ്ട് എന്നെ അടച്ച് തീർത്ത് കഴിഞ്ഞ് 50,000 അടച്ചു കഴിഞ്ഞ് കറണ്ട് തരാമെന്ന് മുമ്പറിനോട് പറഞ്ഞു. പീരുമേട് ഒരു വയോധിക താമസിക്കുന്ന ഒരു ഒറ്റമുറി വീടിന് ഏകദേശം 50,000 രൂപ ബില്ല് വന്നത് കാരണം അത് അടക്കാൻ പറ്റാതെ KSEB അവരുടെ വീടിൻ്റെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ച് ഏകദേശം 10-16 ദിവസവും ആയിട്ട് അവർ ഇരുട്ടിലാണ് താമസിക്കുന്നത്. അല്ലെങ്കിൽ മണ്ണെണ്ണ വിളക്കിൻ്റെ സഹായത്തോടെയാണ് അവർ രാത്രി കഴിച്ചു കൂടുന്നത്. അവർക്ക് പാമ്പിൻ്റെ ശല്യമുണ്ട്, പാമ്പിനെ പേടിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സംഭവത്തിൽ അവർ ഞാൻ ഇത്ര ഉപയോഗിക്കാറില്ല, ഏകദേശം 400 രൂപയാണ് അവർ ഏകദേശം അവരുടെ ഉപയോഗത്തിന് വരുന്ന ബില്ല് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും വലിയൊരു എമൗണ്ട് വന്നതിന് കാരണം എന്താണെന്ന് അറിയില്ല. ഇത് ഞാൻ ഇത്രയും കറണ്ട് യൂസ് ചെയ്യുന്നില്ല എന്ന് അവർ പറഞ്ഞതിന് അതൊന്നും അവർ മെനക്കെട്ടിട്ടില്ല. അവർ മീറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് വീണ്ടും കാശ് അടപ്പിച്ചു. പിന്നെ ഇത് തവണകളായിട്ടോ മറ്റോ അടക്കാനുള്ള ഓപ്ഷൻ കൊടുത്ത് അടക്കാത്തത് കൊണ്ട് അവരുടെ കറണ്ട് കട്ട് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ KSEB ഇതിന് നൽകിയ മറുപടി എന്ന് പറഞ്ഞത് അതിൽ അവ്യക്തത ഉണ്ട്. കാരണം ഇതിനു മുമ്പുണ്ടായിരുന്ന മീറ്റർ റീഡിങ്ങുകാരൻ കറക്റ്റ് ആയിട്ട് അവരുടെ മീറ്റർ റീഡ് ചെയ്ത് പിന്നെ ബില്ല് കൊടുക്കാത്തതാണ് ഇത്രയും വലിയൊരു എമൗണ്ട് വരാൻ കാരണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ ഒരു ഒറ്റമുറി വീട്ടിൽ 2-3 ബൾബ് അതല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഒരു TV വല്ലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു TV ഉണ്ടെന്ന് പറയുന്നത്. ഇത്രയും ഉപയോഗം ഉള്ള ഒരു വീട്ടിൽ ആവറേജ് ഒരു 400 രൂപ 600 രൂപ റേഞ്ചിലൊക്കെ തന്നെ ഒരു സാധാരണഗതിയിൽ കറണ്ട് ബില്ല് വരാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഇത്ര ഒരു 400 രൂപ ആവറേജ് കറണ്ട് ബില്ല് 2 മാസത്തേക്ക് വരുന്ന ഒരു വീട്ടിൽ ഇതിന് മുമ്പത്തെ ബില്ലുകളൊക്കെ കറക്റ്റ് കൊടുക്കാത്തത് കൊണ്ടാണ് ഇത്രയും വലിയൊരു എമൗണ്ട് വന്നത് എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ഈ ഒരു ആവറേജ് 400 രൂപ ബില്ല് വരുന്ന ഒരു വീട്ടിൽ 50,000 രൂപ ഒരു ബില്ല് കൊടുക്കണമെങ്കിൽ എത്ര കാലമായിട്ട് അവിടെ റീഡിങ് നടക്കാതിരിക്കണം? അതും കൂടി ഒന്ന് KSEB ചിന്തിക്കണ്ടേ? അതുകൊണ്ട് അടിസ്ഥാനരഹിതമായ ഒരു ന്യായമാണ് അവർ പറയുന്നത്. ഏതായിരുന്നാലും വൈദ്യുതി മന്ത്രി ഇടപെട്ടിട്ടുണ്ട്, അതിൻ്റെ റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ടുണ്ട്. മന്ത്രി പറയുന്നതിനനുസരിച്ചിട്ട് അവരുടെ കണക്ഷൻ കൊടുക്കും എന്നാണ് ഇപ്പം KSEB അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായിരുന്നാലും മന്ത്രി ഇടപെട്ടത് വളരെ നല്ല ഒരു തീരുമാനമാണ്, വളരെ സ്വാഗതാർഹമായ ഒരു നടപടിയാണ്. സാധാരണഗതിയിൽ മന്ത്രിമാരും കാര്യങ്ങളൊന്നും ഇത്തരം സംഭവത്തിൽ ഇടപെടാറില്ല. ഇതൊക്കെ ഈ KSEB ബോർഡും അല്ലെങ്കിൽ KSEB സെക്ഷൻ ഓഫീസും അല്ലെങ്കിൽ ഈ ഉപഭോക്താവും തമ്മിലുള്ളൊരു പ്രശ്നമായിട്ട് അങ്ങനെ നിലനിൽക്കാറാണ് പതിവ്. ഇതിലേതായാലും മന്ത്രി ഇടപെട്ടത് നന്നായി. അതല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഈ പ്രതിപക്ഷം ഇടപെടണം. പ്രതിപക്ഷവും ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല. അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങനെ പോകുന്ന ഒരു പതിവാണുള്ളത്. ഇത്തരം ഓരോ വ്യക്തികളെ ബാധിക്കുന്ന വിഷയത്തിൽ ഇടപെട്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കേണ്ടത് പ്രതിപക്ഷത്തിൻ്റെ കൂടെ ഒരു കടമയാണ്, ഭരണപക്ഷം അത് നോക്കുന്നില്ലെങ്കിൽ. ഇവിടെ പക്ഷേ ഈ മന്ത്രി അതിലിടപെട്ടിട്ടുണ്ട്. എന്താണ് തീരുമാനം എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും. ഏതായാലും ഇത്ര ദിവസം അവരെ ഇരുട്ടത്ത് ഇട്ടത് KSEB ചെയ്തത് ഏതായാലും നല്ലൊരു നടപടിയല്ല.